ഒന്നാലോചിച്ച രസമാണ് എല്ലാവരുടെയും ഫുഡ്. നമ്മുടെ മലയാളി ഫുഡ് ഇതായിരിക്കുന്നു. ഇതേ ഫിലിപ്പീൻസിന്റെ ഫുഡാണ് ഇരിക്കുന്നത്. ഇത് ഫിലിപ്പീൻസ് മീൻ വറുത്ത് വെച്ചിരിക്കുന്നു നോക്കൂ. അപ്പൊ തൃശ്ശൂര് സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ അങ്കമാലി സ്റ്റൈലിലുള്ള നമ്മളുടെ ഫിഷ് കറി. Hi everyone, please subscribe the YouTube channel of JK Vlog. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 4 മാസമായി. കുവൈറ്റിലാണ്. അപ്പൊ സുഖമാണ്, കുഴപ്പമില്ല, നല്ല ഹാപ്പിയാണ്. പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല. കുറെ കൂട്ടുകാരുണ്ട്, പക്ഷെ എല്ലാവരും വേറെ സ്ഥലങ്ങളിലാണ് ഡ്യൂട്ടിയൊക്കെ വന്നിട്ടുള്ളത്. പല പല സ്ഥലങ്ങളിലായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രം. അപ്പോ ഇത്രയും നാള് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു, വീട്ടുകാരെ കാണാത്തതും കുട്ടികളെ പിരിഞ്ഞിരിക്കണത്. അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും അതിലപ്പുറത്താണല്ലോ പൈസ എന്നുള്ളൊരു കാര്യം, സമ്പാദ്യം എന്നുള്ള ഒരു വിഷയത്തിലൊക്കെ വരുമ്പോ നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് ഓരോ പ്രവാസിയും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഉള്ളിൽ തന്നെ അടച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ എനിക്ക് വെറുതെ തോന്നി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ എളുപ്പമല്ല, പുറത്തേക്കൊന്നും ഇറങ്ങാനുള്ള ഒന്നും പറ്റില്ല. കാരണം അത്രയും വെയില. വെയില് നോക്കൂ, ഭയങ്കര വെയില. 48 ഡിഗ്രിയാണ് ഇന്നത്തെ ചൂടെന്ന് പറയുന്നത് ഇവിടുത്തെ. ഇതിന് കൂടുതലായിരുന്നു, 54 ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇനി മുതല് കാറ്റ് തുടങ്ങി, ഭയങ്കര കാറ്റ്, പൊടിക്കാറ്റാണ്. വണ്ടികള് എന്താ പറയാ, ഡ്രൈവർമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട്, വണ്ടി ഒന്നും ഓടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് പൈസയൊക്കെ ഉണ്ടാകട്ടെ, സന്തോഷപൂർവ്വം ഇരിക്കട്ടെ എല്ലാവരും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്ന് വീണ്ടും വരാം എന്ന് തോന്നിയത്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കും എന്ന് കരുതുന്നു. അപ്പൊ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ എന്താ പറയാ, ഞാൻ ഇവിടുത്തെ ഫുഡാണ് കൂടുതൽ കഴിക്കാറ്. ഇവിടുത്തെ അറേബ്യൻ ഫുഡുകളാണ് കഴിക്കാറ്. അപ്പൊ ഇന്നിപ്പോ ഹോസ്പിറ്റലിലുള്ള കുറച്ച് സ്റ്റാഫിനൊരു വിഷമം. ഞാൻ ഇത് മാത്രല്ല, ഞാനൊരു മലയാളിയായിട്ട് ഇന്ത്യൻ ഫുഡുകൾ കഴിക്കണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ എനിക്ക് എന്താ പറയാ, തേങ്ങാപ്പാല്, നമ്മുടെ കോക്കനട്ട് മിൽക്ക്, അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസ്, ഫിഷൊക്കെ വാങ്ങി കൊണ്ടുവന്നു. അപ്പൊ ഇന്നിപ്പോ സാധാരണ കിച്ചണിലുള്ളവരാണ് വെക്കാറ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ വെക്കാം എന്ന് പറഞ്ഞിട്ട് ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, കുടംപുളിയോ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ കോൽപ്പുളിയോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്, കുവൈറ്റിലുണ്ട്, പുറത്ത്. കാരണം കുവൈറ്റിൽ ഫുൾ മലയാളികളാണ്. 35% ആണ് ഇവിടുത്തെ കുവൈറ്റുകളുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ബാക്കി മുഴുവൻ നമ്മുടെ മലയാളീസ്, അതുപോലെ ശ്രീലങ്കൻ, ഫിലിപ്പീൻസ്, മസ്രികള് അങ്ങനെയുള്ളവരാണ്. അപ്പം മലയാളി കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ലുലു, ഗ്രാൻഡ്, അങ്ങനെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, നമുക്കത് കാണാം. ഞാൻ പുറത്തേക്ക് ഇനിയിപ്പോ ഒരു ഉഷാറൊക്കെ ആയി, 4 മാസം ആയല്ലോ വന്നിട്ട്. ഇനിയിപ്പോ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. അപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, എല്ലാം കാണണം. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഉണ്ട്. എല്ലാവരും പറഞ്ഞു ഇങ്ങനെ വിഷമിച്ചിരുന്ന കുട്ടികളെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴും വീഡിയോ കോള് വിളിക്കണം, അങ്ങനെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ഹാപ്പി ആവ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് ഇന്ന് മുതല് എന്റെ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നി. ഇന്നിപ്പോ എന്താ, ഞാനൊരു ഫിഷ് കറിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ സ്റ്റാഫിന്റെ കിച്ചണൊക്കെ ആവുമ്പോ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അതായത് ഇപ്പൊ എല്ലാ രാജ്യക്കാരും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ വരുന്നത്. പിന്നെന്താ, ഇവരൊക്കെ ഫ്രം ഫിലിപ്പീൻസ് ആണ് ഇവരെല്ലാവരും. അതുപോലെ അവർക്ക് മനസ്സിലായിട്ടില്ലേ, ഞാൻ വീഡിയോ എടുക്കാന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ലേ. നല്ല ഫ്രണ്ട്സ് ആണ്, അവർക്ക് അറിയില്ല എന്താ ചെയ്യണേന്നുള്ളത്. അതുപോലെ ശ്രീലങ്കൻസ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ കേരള ഫിഷ് കറിയാണ് ഞാൻ കാണിച്ചതരാവേ. സത്യം പറഞ്ഞ 4 മാസത്തിന്റെ ഉള്ളില് ഞാൻ നാളികേരം പാൽ ഒഴിച്ചിട്ടുള്ള കറി കഴിച്ചിട്ടില്ല. അതായത് എന്റെ നാട് തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂര് സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ അങ്കമാലി സ്റ്റൈലിലുള്ള നമ്മളുടെ ഫിഷ് കറി ഇവിടെ ഇല്ലേ. നമ്മുടെ അവിടെ മീൻചട്ടിയൊക്കെ ഇല്ലേ, ഇവിടുത്തെ കിച്ചൺ ആയതുകൊണ്ട് മീൻചട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഉള്ള പാത്രത്തില് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ശരി, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോ
Hi everyone, please subscribe the YouTube channel of JK Vlogs. താങ്ക് യു. അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഞാൻ എന്റെ മീൻകറി കൂട്ടി കഴിച്ചിട്ട് വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. പ്ലീസ് സപ്പോർട്ട് മീ.